നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ DIG ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് മണ്ഡലത്തിൽ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടും. വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിച്ച MP. ഷൊർണൂരിൽ കൊച്ചി പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ റോഡ് ഉപരോധ സമരം. റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ PWD ഓഫീസ് വളയുമെന്ന് മുന്നറിയിപ്പ്. ഷൊർണൂർ കാരക്കാട് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. 7ഓളം പേർക്ക് കടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചതായി സംശയം. പ്രദേശവാസികൾ ആശങ്കയിൽ. പിരായിരിയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അപകടം രാവിലെ 11:30-ഓടെ. പാലക്കാട്ട് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം. കേരളം BJP ഭരിക്കുന്ന കാലം വിദൂരമല്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ കേരള നിയമസഭയിൽ വീണ്ടും BJP പ്രതിനിധിയുണ്ടാകും. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത തുടർന്നാൽ ഇടപെടുമെന്ന് സുരേഷ് ഗോപി. കേരള ഭരണത്തിന്റെ ചാലകശക്തിയാക്കി BJPയെ മാറ്റുമെന്ന് ജോർജ് കുര്യൻ. ന്യൂനപക്ഷ സമുദായങ്ങളെ വേട്ടയാടാൻ ഇടതു സർക്കാരിനെ അനുവദിക്കില്ല. കോടികൾ മുടക്കി 3 വർഷം മുമ്പ് നവീകരണം പൂർത്തിയാക്കിയ വാണിയംകുളം വല്ലപ്പുഴ റോഡ് വീണ്ടും തകർച്ചയിലേക്ക്. പാതയുടെ ഇരുവശങ്ങളിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ചാലുകീറിയത് തകർച്ചയ്ക്ക് കാരണമെന്ന് പരാതി. വാഹനങ്ങൾ ചാലിൽ കുടുങ്ങുന്നത് ഇവിടെ പതിവ് കാഴ്ച. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിർമ്മാണം ആരംഭിച്ച ഒറ്റപ്പാലം നഗരസഭാ പാർക്കിന്റെ സംരക്ഷണ ഭിത്തി തോട്ടിലേക്ക് തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും തകർച്ചയ്ക്കു കാരണമെന്ന് ആക്ഷേപം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM. UDF നേതൃത്വം നൽകുന്ന ഭരണസമിതി LDF പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിക്കുന്നു. ബ്ലോക്ക് തല കർഷക സഭയിലും അവഗണന തുടർന്നു. നിരുത്തരവാദ നിലപാടുമായി മുന്നോട്ടു പോകുന്ന ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രചരിപ്പിക്കുന്നതെല്ലാം പച്ചക്കള്ളമെന്നും ബ്ലോക്ക് പരിധിയിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ. കേന്ദ്ര വിദ്യാഭ്യാസ നയം തിരുത്തണമെന്ന് NCP. ആവശ്യമുന്നയിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് NCP മാർച്ച്. കർഷകരെ അവഗണിച്ചും ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചും ഇടതുമുന്നണിക്ക് ഇനിയും മുന്നോട്ടു പോകാനാകില്ലെന്ന് നാഷണലിസ്റ്റ് കിസാൻ സഭ പാലക്കാട് ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ വിമർശനം. വടനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് MLAയുടെ നിർദ്ദേശം. ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ നടപടിയെടുക്കണമെന്നും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോട് MLA. റോഡുകളുടെ തകർച്ചയും ഭൂമി തരം മാറ്റലും ജൽജീവൻ മിഷൻ പദ്ധതിയും യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി. സമയോചിത ഇടപെടലിലൂടെ വലിയ ദുരന്തത്തിൽ നിന്ന് നാടിനെ രക്ഷിച്ച 2ാം ക്ലാസ് വിദ്യാർത്ഥി ഋത്വിക്കിന് വൈദ്യുതി മന്ത്രിയുടെ അഭിനന്ദനം. മന്ത്രി K. കൃഷ്ണൻകുട്ടി ലക്കിടി പേരൂരിലെ വീട്ടിലെത്തി ഋത്വിക്കിനെ അഭിനന്ദിച്ചു. ഋത്വിക് കേരള സമൂഹത്തിന് നൽകിയത് വലിയ സന്ദേശമെന്ന് മന്ത്രി. വാർത്തകൾ വിശദമായി. തൃശൂർ DIG ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റിയെത്തിയ മാർച്ച് DIG ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ഇതിനിടെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ധർണ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷവും പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമം നടത്തി. ഇതോടെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. ഇതേ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കൊച്ചി പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ഉപരോധ സമരവുമായി കോൺഗ്രസ്. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SMB ജംഗ്ഷനിലാണ് റോഡ് ഉപരോധിച്ചത്. സമരത്തെ തുടർന്ന് 10 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ 10:30-ഓടെ പ്രകടനമായെത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഷൊർണൂർ SMB ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചത്. 10:50 ആരംഭിച്ച ഉപരോധ സമരം
10 മിനിറ്റോളം നീണ്ടു. സമരം KPCC എക്സിക്യൂട്ടീവ് അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 8 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ ഇത് PWD ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. സർക്കാർ ഇത് ഉത്തരവാദിയ. മുഖ്യമന്ത്രി ഇതുപോലെയുള്ള യാത്ര ചെയ്യാൻ പറ്റാത്ത റോഡുകൾ അദ്ദേഹം വഴിമാറി പോകുന്ന നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മലപ്പുറം ജില്ലയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ആ ചൂണ്ടൽ തൊട്ട് കേച്ചേരി വരെയുള്ള ഭാഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം വേറെ വഴിയിലൂടെ അദ്ദേഹം പോയത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളും എന്ന യാഥാർത്ഥ്യം. പക്ഷേ ഈ റോഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചി പാലം എല്ലാ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് കൊച്ചി പാലം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. തിരുകൊച്ചിയെയും മലബാറിനെയും വേർതിരിക്കുന്ന ഈ പാലത്തിന്റെ പ്രാധാന്യം, ഈ പാലം തൊട്ടുള്ള റോഡിന്റെ പ്രാധാന്യം, എത്രയോ ചരക്ക് വണ്ടികൾ, എത്രയോ യാത്രാവാഹനങ്ങൾ, ആയിരക്കണക്കായ കാറുകൾ, അതുപോലെ ആളുകളുടെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ കടന്നു പോകുമ്പോൾ എത്ര ആളുകളാണ് ഇവിടെ അപകടം പറ്റിയിട്ട് ജീവൻ ത്യജിക്കേണ്ടി വന്നിട്ടുള്ളത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, സെക്രട്ടറിമാരായ VK ശ്രീകൃഷ്ണൻ, TK ഹമീദ്, K കൃഷ്ണകുമാർ, DCC അംഗം N മോഹൻദാസ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, ശിവപ്രകാശ് കൃഷ്ണൻ, പാലൊളി ഹുസൈൻ, VP രാധാകൃഷ്ണൻ, അനിൽകുമാർ, ആദിത്യൻ, സരോജിനി, ശാന്തകുമാരി, ശ്രീകലാരാജൻ, PM മുരളീധരൻ, VG ശ്രീനിവാസൻ, അബൂബക്കർ, CV ആഷിഖ്, KB മോഹൻദാസ്, സുശീൽ കുമാർ, PC രാമൻകുട്ടി, കൃഷ്ണൻകുട്ടി, ലീല, രവിദാസ് ശങ്കർ, ശിവദാസൻ കല്ലിപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. റോഡ് വിഷയത്തിൽ MLA മൗനം വെടിയണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. PWD ഓഫീസ് വളയുന്നതുൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട്ട് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും BJP ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ കേരള നിയമസഭയിൽ വീണ്ടും BJP പ്രതിനിധിയുണ്ടാകുമെന്ന് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയായിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് BJPയാണ്. CPMന്റെയും ഇടതു സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും പ്രീണന നയം ജനം തിരിച്ചറിഞ്ഞു. കേരളം BJP ഭരിക്കുന്ന കാലം വിദൂരമല്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. അതിനുള്ള കാരണം സർക്കാരിനെതിരായിട്ടുള്ള വികാരത്തിന്റെ, നിലവിലുള്ള ഭരിക്കുന്ന കക്ഷിക്കെതിരായിട്ടുള്ള ജനവികാരത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ആനുകൂല്യവും ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കാണ് നൽകിയത്. കോൺഗ്രസിനെ ജനങ്ങൾ പരിഗണിച്ചിട്ടേ 18 സീറ്റിലും കോൺഗ്രസ് ആണ് ജയിച്ചത്, UDF ആണ് ജയിച്ചത്. പക്ഷേ ഭരണത്തിനെതിരായിട്ടുള്ള വികാരത്തിന്റെ 1% പോലും കോൺഗ്രസിനോ UDFിനോ കിട്ടിയിട്ടില്ല. അവർക്ക് 1% വോട്ട് കുറയുകയാണ് ചെയ്തത്. ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ കേരളത്തെ നയിക്കണമെന്നുള്ളതാണ്. ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർകാരോട് പറഞ്ഞു, തൃശ്ശൂർ എനിക്ക് തരണം. ജനങ്ങൾ 2 കൈയും നീട്ടി അത് സ്വീകരിച്ചു. തൃശൂർ തരണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് താൻ തൃശൂർ ഏറ്റെടുത്തത്. പ്രശ്നവും പരിഹാരവും താൻ നിർദ്ദേശിക്കുമ്പോഴാണ് കേരളത്തിലെ മന്ത്രിമാർക്ക് ആവേശം കൂടുന്നത്. എങ്ങനെയായാലും ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിനാണ് മുൻതൂക്കമെന്ന് സ്വീകരണ യോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത പാലിച്ചാൽ ഇടപെടും. പെട്രോളിയം കമ്പനികളുടെ സഹകരണത്തോടെ വിവിധ പദ്ധതികൾ നടപ്പാക്കും. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരള ഭരണത്തിന്റെ ചാലകശക്തിയാക്കി BJPയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ന്യൂനപക്ഷ സമുദായങ്ങളെ വേട്ടയാടാൻ അനുവദിക്കില്ല. മെഡിക്കൽ കോളേജ് വികസനം, വാളയാർ കേസ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളും വ്യക്തികളും കേന്ദ്രമന്ത്രിമാർക്ക് നിവേദനം നൽകി. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ PK കൃഷ്ണദാസ്, V മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ, C കൃഷ്ണകുമാർ, CR പ്രഫുൽ കൃഷ്ണ, P രഘുനാഥ്
തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെ പ്രതിരോധിക്കാൻ ഇന്ത്യ സഖ്യത്തിനൊപ്പം കണ്ണിയായി താൻ ഉണ്ടാകുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ തുടർ വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമെന്നും എം പി പറഞ്ഞു. വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതിന്റെ ഭാഗമായി തിരുവേഗപ്പുറയിൽ UDF നടത്തിയ പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി. കഴിഞ്ഞ 5 വർഷക്കാലവും ജനങ്ങളുടെ കൂടെയായിരുന്നു. ഇനിയുള്ള 5 വർഷക്കാലവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ താൻ കൂടെയുണ്ടാകുമെന്നും എം പി കൂട്ടിച്ചേർത്തു. സംസാരിക്കുന്നില്ല, 5 കൊല്ലക്കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അടുത്ത 5 കൊല്ലം ഇനിയും ഊർജ്ജസ്വലമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ വളരെ നിഷ്പക്ഷമായും നീതിപൂർവമായും പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ വലിയ തോതിലുള്ളൊരു പിന്തുണയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നും തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഇനിയും അത് തുടരും. ആത്മാർത്ഥമായി തന്നെ ഈ മണ്ഡലത്തിലെ പ്രദേശത്തിൻ്റെ വികസനങ്ങൾക്ക്, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കടുത്ത സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കേണ്ട പദ്ധതികൾ അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കും. ശനിയാഴ്ച UDF തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു എം പിയുടെ പര്യടനം. രാവിലെ നടുവട്ടത്തു നിന്നും തുടങ്ങിയ പര്യടനം വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മനക്കൽ പീടിക പരിസരത്ത് സമാപിച്ചു. നേതാക്കളായ PT അവറാൻകുട്ടി, PT മുഹമ്മദ് കുട്ടി, M രാധാകൃഷ്ണൻ, KK അസീസ്, KA റഷീദ്, ET ഉമർ, കമ്മുകുട്ടിയെടത്തോൾ, KR നാരായണസ്വാമി, K രാമദാസ്, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ മേഖലകളിലുള്ളവർ MPക്ക് നിവേദനവും നൽകി. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. ഷൊർണൂർ കാരക്കാട് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. 7ഓളം പേർക്ക് നായയുടെ കടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട്. വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കാരക്കാട് വായനശാലയ്ക്ക് സമീപം രാവിലെ 11 മണിയോടെയാണ് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണമുണ്ടായത്. മേലേപ്പാട്ടുതൊടി ഉദയകുമാർ, ദിലീപ്, അരുൺ, ബീന, വളയംതൊടി ശൈലജ, മഠത്തിൽ കോന്നനാത്ത് രാമചന്ദ്രൻ, ചിറ്റടിയത്ത് മന ജാതവേദൻ നമ്പൂതിരി എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. പ്രദേശത്തെ ഒരു പൂച്ചയെ നായ കടിച്ചു കൊന്നു. ബീനയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ നായ കയ്യിൽ ചാടിക്കടിക്കാൻ ശ്രമം നടത്തി. ഇവർ ഓടി വീടിനകത്തേക്ക് കയറി വാതിലടച്ചു. ഇവരുടെ കയ്യിൽ ചെറുതായി കപ്പിയെങ്കിലും പരിക്കേറ്റിട്ടില്ല. തുടർന്ന് അവിടെ നിന്ന് ഓടിയിറങ്ങിയ നായ കാഴ്ചപരിമിതിയുള്ള ദിലീപിൻ്റെ വീട്ടിലേക്ക് കയറി ദിലീപിനെ ആക്രമിക്കുകയായിരുന്നു. ദിലീപിൻ്റെ ഇടത്തെ കാലിൽ കടിയേറ്റിട്ടുണ്ട്. ദിലീപിനെ രക്ഷിക്കാൻ ശ്രമിച്ച ഉദയകുമാറിനും അരുണിനും കാലുകളിലും കൈകളിലും മുഖത്തും കടിയേറ്റു. നായയുടെ കടിയേറ്റ ഇവർ ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി. പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായ മറ്റു വളർത്തുമൃഗങ്ങളെ കടിച്ചിട്ടുണ്ടെന്നും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പശുക്കൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ കടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പിരായിരിയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പിരായിരി കുറിശാംകുളം ആയിഷ മനസ്സിൽ ഹബീബ് റഹ്മാൻ സുനിത ദമ്പതികളുടെ മകൻ മുഹമ്മദ് മുസ്തഫയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 11:30ഓടെയായിരുന്നു അപകടം. പാലക്കാട് മിഷൻ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് മുസ്തഫ വീടിന് സമീപമുള്ള 2 കൂട്ടുകാർക്കൊപ്പമാണ് 2 കിലോമീറ്റർ അകലെയുള്ള പഞ്ഞിക്കുളത്തിൽ കുളിക്കാനായി എത്തിയത്. മുഹമ്മദ് മുസ്തഫ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ട് ഒപ്പമുള്ള കൂട്ടുകാർ നിലവിളിച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ കുട്ടിയെ പുറത്തെടുത്ത് സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിയിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഞായറാഴ്ച കള്ളിക്കാട് മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. UDF നേതൃത്വം നൽകുന്ന പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പ്രതിപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിക്കുകയാണെന്ന് CPM. ഇക്കഴിഞ്ഞ ബ്ലോക്ക് തല കർഷക സഭയിലും ഇത് ആവർത്തിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിരുത്തരവാദപരമായ സമീപനം അവസാനിപ്പിക്കണമെന്ന് പ്രസിഡന്റുമാർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ പാടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ കർഷക സഭയിലും ഇത് ആവർത്തിച്ചു. കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പോലും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കഴിഞ്ഞില്ല. ഇവരെ പങ്കെടുപ്പിച്ചില്ല. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമല്ല എന്ന നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രസിഡന്റുമാരും പ്രതിപക്ഷ ബ്ലോക്ക് മെമ്പർമാരും യോജിപ്പിലല്ലെന്നും
CPM-നകത്തെ ചില പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉന്നയിച്ചിരുന്നു. ഇത് പച്ചക്കള്ളമാണെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നിരുത്തരവാദപരമായ സമീപനം അവസാനിപ്പിക്കണമെന്നും ഇതുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരങ്ങൾ ആലോചിക്കുമെന്നും ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കൃഷിക്കാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ആ യോഗത്തിൽ പങ്കെടുക്കും, അവസാനം വരെ പങ്കെടുക്കും. ഇങ്ങനൊരു പ്രശ്നം ഉള്ള സ്ഥിതിക്ക് അത് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിങ്ങിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. സാധാരണ എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ആ കാര്യത്തിൽ, അവരെ അവതരിപ്പിക്കുന്നതിൽ എത്ര വ്യത്യാസം, അത് ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ അവർക്ക് പറയുന്ന അവകാശം. പക്ഷെ അത് അവതരിപ്പിക്കാനോ ആ കാര്യങ്ങൾ അവിടെ അവർ സംസാരിക്കാനോ അവസരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകിയില്ല, അവസരം നൽകിയില്ല. അവിടെ അവരെടുത്ത നിലപാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എവിടുന്നോ ഊട് വിളിച്ച് ഇറങ്ങി വന്നവരാണ്, ജനപ്രതിനിധികളല്ല, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമല്ല എന്നുള്ള ഭരണഘടനയും ഇന്നത്തെ ഈ കാര്യങ്ങൾ അറിയാത്ത തരത്തിലാണ് അവർ സംസാരിച്ചത്. അതാണ് നമ്മൾ നടത്തി പറഞ്ഞത്. പാർട്ടിക്കകത്ത് CPM-നകത്ത് എന്തോ പ്രശ്നമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ പച്ചക്കള്ളം CPM പട്ടാമ്പിയിലും എല്ലാ അഭിപ്രായ വ്യത്യാസം നിങ്ങളാരെയും. വളരെ ധിക്കാരത്തോടും ദാക്ഷ്യത്തോടുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നത്. LDF-ന്റെ പല നേതാക്കളെയും കുറ്റപ്പെടുത്തുന്ന രീതിയാണ് ഇദ്ദേഹത്തിനുള്ളതെന്നും ബ്ലോക്ക് മെമ്പർ കൂടിയായ MK മുഹമ്മദും ആരോപിച്ചു. പഞ്ചായത്ത് ആക്ടൊക്കെ വെറുതെ ഒരു കൈപുസ്തകങ്ങളാണ്, അത് പിണറായി വിജയന്റെ കൈപുസ്തകമാണ്, അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പല പ്രാവശ്യം ഇദ്ദേഹം ഞങ്ങളുടെ ബോർഡ് മീറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലും അവഗണിച്ചു. അന്നൊക്കെ ഞങ്ങൾ സ്മൂത്തായിട്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിലൊന്നും ഇടപെടാറുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ തുടർച്ചയായി അവഹേളിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയാണെങ്കിലും MLA ആണെങ്കിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ നമ്മുടെ ബോർഡിൽ അതിൽ അവരൊന്നും ആളുകളല്ലല്ലോ, നിരുത്തരപരമായ ഓരോ ആക്ഷേപങ്ങൾ ഉണ്ടാക്കുക. വാർത്താസമ്മേളനത്തിൽ ടി ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രമണി, ആനന്ദവല്ലി, ബേബി ഗിരിജ, ഉണ്ണികൃഷ്ണൻ, രതി ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർമാരായ MK മുഹമ്മദ്, ഷൈമ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കേന്ദ്ര വിദ്യാഭ്യാസ നയം തിരുത്തണമെന്ന് NCP ആവശ്യമുന്നയിച്ച് NCP ജില്ലാ കമ്മിറ്റി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. NCP ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് A രാമസ്വാമി കുറ്റപ്പെടുത്തി. നീറ്റ്, നെറ്റ് പരീക്ഷാ ക്രമക്കേട് കൃത്യമായി അന്വേഷിച്ചാൽ ഉന്നത BJP നേതാക്കൾ അഴിക്കുള്ളിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ദുഃഖത്തിലാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ഒരു ദുരന്തമെന്ന രീതിയിൽ നീറ്റ് പരീക്ഷയിൽ നടന്ന വലിയ അട്ടിമറി. പക്ഷേ അത് സംബന്ധിച്ച് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം കഴിഞ്ഞ ലോക്സഭയിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർത്തിയപ്പോൾ മറുപടി പ്രസംഗത്തിൽ ഒരു അക്ഷരം പോലും മുറിയാടാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നം സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഭരണകൂടം മൗനം പാലിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കടവരുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. NYC സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ P. അബ്ദുൽ നാസർ, ഷെബിൻ തൂത, ആയിഷ ബാനു, സദക്കത്തുള്ള പടലത്ത്, SJ നജീബ്, ഷാജൻ, മൃദുൽ പ്രേം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർഷകരെ അവഗണിച്ചും ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചും ഇടതുമുന്നണിക്ക് ഇനിയും മുന്നോട്ടു പോകാനാകില്ലെന്ന് നാഷണലിസ്റ്റ് കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് ജോസ് കുറ്റാനിമറ്റം. നാഷണലിസ്റ്റ് കിസാൻ സഭ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായെന്ന് ജോസ് കുറ്റാനിമറ്റം ചൂണ്ടിക്കാട്ടി. കർഷക സംരക്ഷണം സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ അജണ്ടയാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 95 കാലഘട്ടം തൊട്ട് 2010 വരെ ഏകദേശം ഈ രീതിയിൽ പോയിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അതിനൊരറുതി വരുത്തിയത് കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു. നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് 23,000 രൂപയുടെ കാർഷിക കടം എഴുതിത്തള്ളിക്കൊണ്ട് ഒരു പരിധിവരെ ഈ കർഷക ആത്മഹത്യകൾക്ക് പരിഹാരമുണ്ടാക്കി. ഒരു പരിധിവരെ കർഷക ആത്മഹത്യകൾ അവസാനിക്കും. ഇന്നിവിടെ പാലക്കാട് ജില്ലയിൽ എവിടെ ഒരു
കർഷകർ കൃഷി ചെയ്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തതായിട്ടും വന്നെന്ന് പറഞ്ഞ് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടി. എന്തുകൊണ്ടാണ് ഈ തലമുറ കൃഷിയിലേക്ക് വരാത്തത്? എന്തുകൊണ്ടാണ് കൃഷിക്കാർ ഈ രീതിയിൽ ആകേണ്ടി വന്നത്? ഇന്നും നാഷണലിസ്റ്റ് കിസാൻ സഭ പ്രസിഡന്റ് മോഹൻ ഐസക് അധ്യക്ഷത വഹിച്ചു. NCP ജില്ലാ പ്രസിഡന്റ് A. രാമസ്വാമി, NYC സംസ്ഥാന കമ്മിറ്റി അംഗം ഷെനിൻ മന്ദിരാട്, ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ MK വർഗീസ്. സുരേഷ് ഗോപിയുമായി നടന്നത് മന്ത്രിയുമൊത്തുള്ള ആശയവിനിമയം മാത്രമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാകില്ല. തന്റെയും സുരേഷ് ഗോപിയുടെയും ആദർശം വ്യത്യസ്തമാണ്. താൻ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ തീർത്തും തെറ്റാണെന്നും താൻ CPMന് ഒപ്പമാണെന്നും മേയർ വ്യക്തമാക്കി. ഒരു മേയർ എന്ന നിലയ്ക്ക് കോർപ്പറേഷന്റെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്നത്തെ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോകേണ്ടതെന്നാണെങ്കിൽ എന്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ ഒരു അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് പോകാൻ നിർബന്ധിതമാണ്. ഞാൻ പോകുന്നു. അത് പോയി കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയം തന്നെ വേറെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഇതുപോലെ തന്നെ പല സംരംഭങ്ങളിലും മുമ്പും ഇതുപോലെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ട്. സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ രാജ്യസഭ MP എന്ന സമയത്ത് 1 കോടി രൂപ തന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത് നമ്മുടെ അവിടെ ഒരു പുരോഗതി നമ്മളെ അത്യാവശ്യമല്ലേ. ആ പുരോഗതിക്ക് അദ്ദേഹം പല പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കുന്നത് നല്ല കാര്യം. അത് തൃശ്ശൂർക്കാർക്ക് ഗുണകരമായി വരണ്ടേ. അതിനകത്തൊരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. വടനംകുറിശി പാലം നിർമ്മാണം വേഗത്തിലാക്കാനും ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാനും മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിലായിരുന്നു MLA നിർദ്ദേശം നൽകിയത്. റോഡുകളുടെ തകർച്ച, ഭൂമി തരം മാറ്റൽ, ജലജീവൻ മിഷൻ പദ്ധതി എന്നീ വിഷയങ്ങളും യോഗത്തിൽ പ്രധാന ചർച്ചയായി. 3 മാസത്തിനു ശേഷം ജനകീയ വിഷയങ്ങളുമായി പട്ടാമ്പി താലൂക്ക് വികസന സമിതി ശനിയാഴ്ച ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാലാണ് കഴിഞ്ഞ 3 മാസം യോഗം ചേരാതിരുന്നത്. മുഹമ്മദ് മുഹ്സിൻ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വാരണാസി പാലം നിർമ്മാണം വേഗത്തിലാക്കാനും ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ മുഹമ്മദ് മുഹ്സിൻ MLA നിർദ്ദേശം നൽകി. RBDCക്ക് ശാശ്വതമായ പരിഹാരം അതിന് കണ്ടിട്ടില്ല. അപ്പോൾ വാരണാസി മേൽപ്പാലം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ആ സൈഡിലെ ആളുകളുടെ ദുരിതം പരിഹരിക്കാൻ അടിയന്തരമായി അവർ ഇടപെടേണ്ടതാണ്. ബന്ധപ്പെട്ട കോൺട്രാക്ടർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ കുറച്ച് നെല്ലേപ്പൊക്കെ അതിലുണ്ട് എന്നുള്ളത് കാരണം അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മേൽപ്പാലം പൂർത്തീകരിക്കാൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉള്ള വർക്ക് നടക്കാം എന്നതിന്റെ അത് നെല്ലായതുകൊണ്ടാണെങ്കിലും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. റോഡുകളുടെ തകർച്ചയും ജലജീവൻ പദ്ധതിയും ഭൂമി തരം മാറ്റലുമൊക്കെ പ്രധാന ചർച്ചാ വിഷയമായി. തകർന്ന റോഡുകൾ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷകൾ തീർപ്പാക്കാൻ താലൂക്ക് തലത്തിൽ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചതായി MLA യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ MLAയ്ക്ക് പുറമെ നഗരസഭാ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. ഉണ്ണികൃഷ്ണൻ, ആനന്ദവല്ലി, V. രമണി, രതി ഗോപാലകൃഷ്ണൻ, ബേബി ഗിരിജ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 3 വർഷം മുമ്പ് കോടികൾ മുടക്കി നവീകരിച്ച വാണിയംകുളം വല്ലപ്പുഴ റോഡ് തകർച്ചയിൽ. പാതയുടെ ഇരുവശങ്ങളിലും കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ ചാലുകീറിയതാണ് തകർച്ചയ്ക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം പനയൂർ ഹെലൻ കെല്ലറിനു സമീപം ചാലിൽ ടോറസ് ലോറി കുടുങ്ങി. 12 കോടി രൂപ ചെലവിൽ നവീകരിച്ച വാണിയംകുളം വല്ലപ്പുഴ റോഡ് ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ദേശീയപാത അതോറിറ്റിയുടെ കേന്ദ്ര ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് തകർന്നു കിടന്നിരുന്ന റോഡ് റബ്ബറൈസ് ചെയ്തത്. നിർമ്മാണം പൂർത്തിയായി 3 വർഷം പിന്നിടുമ്പോൾ റോഡിന്റെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി റോഡിന്റെ ഇരുഭാഗങ്ങളിലും ചാലെടുത്തത് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി. ഭാരമേറിയ ടോറസ് ലോറികൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നതാണ് തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനങ്ങൾ പൊതുമരാമത്ത് വകുപ്പിനും പോലീസിനും പരാതി നൽകിയിരുന്നു. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി എടുത്ത ചാലുകൾ മണ്ണുപയോഗിച്ച് മൂടിയെങ്കിലും കോൺക്രീറ്റ് ചെയ്യാത്തതുമൂലം വശങ്ങളിൽ വാഹനങ്ങൾ താഴുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. വെമ്പലത്ത് പാടത്തെ കോറിയിൽ നിന്ന് കരിങ്കൽ കയറ്റിയ ടോറസ് ലോറി വ്യാഴാഴ്ച ഹെലൻ കെല്ലറിന് സമീപത്ത് വെച്ച് പൈപ്പ് ചാലിൽ താഴ്ന്നു. 3 മണിക്കൂറിലധികം നേരം ചാലിൽ കുടുങ്ങിയ ലോറി JCBയും ക്രെയിനും
മറ്റൊരു ലോറിയും എത്തിച്ചാണ് വലിച്ചു കയറ്റിയത്. സമാന സംഭവങ്ങൾ പാതയിൽ തുടർക്കഥയാണ്. പൈപ്പ് സ്ഥാപിക്കുന്നതിനായി എടുത്ത ചാലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇതിപ്പോ നമ്മുടെ പ്രദേശത്ത് ഒരു ആദ്യത്തെ സംഭവമല്ല. ഇതേപോലെ ഒരുപാട് തവണ ഈ പല വണ്ടികളും ഈ റോഡിന്റെ സൈഡിലായിട്ട് കുടുങ്ങി കിടക്കണം, ഇരുവശങ്ങളിലായിട്ടും. ഇത് മെയിനായിട്ട് വരാനുള്ള ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്, പൈപ്പ് ലൈനിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇതിനെ ചാലു കീറുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ പണിയൊന്നും കറക്റ്റായിട്ട് പൂർത്തീകരിക്കാണ്ട് മറ്റുള്ള വലിയ വാഹനങ്ങളായാലും ചെറുകിട വാഹനങ്ങളായാലും പലതവണയിട്ട് ഈ റോഡിൻ്റെ പല സൈഡിലായിട്ട് ഇതേപോലെയുള്ള താഴ്ചയും പല ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ ജനങ്ങളും യാത്രക്കാരും നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധി വരണമെന്നുണ്ടെങ്കിൽ അധികാരികൾ കണ്ണു തുറക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അവകാശ നിഷേധം ഇനിയും സഹിച്ചിരിക്കാനാകില്ലെന്ന് അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ്. പിന്നോക്ക വിഭാഗക്കാരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ എഴുത്തച്ഛൻ സമാജം നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ സംവരണവും ആനുകൂല്യങ്ങളും നിഷേധിച്ച് സംസ്ഥാന സർക്കാർ പിന്നോക്ക വിഭാഗക്കാരെ നിരന്തരം അവഗണിക്കുകയാണെന്നും അഡ്വക്കേറ്റ് PR സുരേഷ് കുറ്റപ്പെടുത്തി. മുന്നോക്ക വിഭാഗങ്ങളെ സംരക്ഷിക്കുകയും പിന്നോക്ക വിഭാഗങ്ങളെ അവഹേളിക്കുകയും ചെയ്തതിനുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. അവഗണന തുടർന്നാൽ തിരിച്ചടിയുണ്ടാകുമെന്നും സുരേഷ് പറഞ്ഞു. എഴുത്തച്ഛ സമുദായത്തിനടക്കമുള്ള ധാരാളം പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട കുട്ടികളെ വിപരീത സാഹചര്യങ്ങളിൽ നിന്നാണ് അവർ നീറ്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത് തന്നെ. കഴിഞ്ഞ വർഷം കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ വർഷം കിട്ടാവുന്ന മാർക്ക് വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ തീർച്ചയായും ഒരു MBBS സീറ്റ് സ്വപ്നം കാണുന്ന അവരുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ടുള്ള ഒരു തീരുമാനങ്ങളും അതുപോലെയുള്ള ആരോപണങ്ങളും അതിനോടനുബന്ധിച്ച മറ്റു സംഗതികളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചോദ്യപേപ്പർ 30 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ആയിരക്കണക്കിന് ആളുകൾക്ക് വിറ്റുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ER ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശശീന്ദ്രൻ V. ഏറാട്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ, TK ഗോപാലകൃഷ്ണൻ, K. പ്രഭുകുമാർ, R. തങ്കപ്പൻ, P. ചിന്നൻ, സുരേഷ് വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് നേരിടുന്നത് വികസന മുരടിപ്പാണെന്നാരോപിച്ച് BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ SC മോർച്ച ജില്ലാ പ്രസിഡന്റ് VC ഷാജി ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായിട്ടുള്ള റോഡുകളുടെ വികസന മുരടിപ്പിനെ സംബന്ധിച്ചാണ് BJP പാഞ്ഞാൾ ഏരിയയുടെ നേതൃത്വത്തിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ റോഡുകൾ ഇന്നോ ഇന്നലെയോ കേടുവന്നിട്ടുള്ളതല്ല. അത് മാസങ്ങളായി നാശോന്മുഖമായി സാധാരണക്കാർക്കും വാഹനയാത്രക്കാർക്കും യാത്രായോഗ്യമല്ലാത്ത രീതിയിൽ അത്രയും വലിയ രീതിയിലേക്ക് ഈ റോഡുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി അത് റോഡുകളെല്ലാം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ, തെരുവ് വിളക്കുകൾ അടിയന്തരമായി തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ നമ്മുടെ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മിനി MCFകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ MCFകൾ സ്ഥാപിച്ചത് ചില ആളുകളുടെ ഒത്താശയോടുകൂടി സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച്, പൊതുമുതൽ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള MCF അത് JCB വെച്ച് നീക്കം ചെയ്തിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗവും BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയുമായ അശ്വതി സജു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CM സുമേഷ് അധ്യക്ഷനായി. BJP പൈങ്കുളം മേഖലാ ജനറൽ സെക്രട്ടറി പ്രമോദ്, TC രാജൻ, T കൃഷ്ണൻ, രതീഷ് ചാത്തംകുളം തുടങ്ങിയവർ സംസാരിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ലതാ ഭാസ്കർ പരിപാടിക്ക് നന്ദി അറിയിച്ചു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച മിനി MCF പൊളിച്ചുമാറ്റി പൊതുമുതൽ നശിപ്പിച്ച് സർക്കാരിന് നഷ്ടം വരുത്തിയവർക്കെതിരെ ഇതുവരെയായും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകൾ അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിച്ച് വൈദ്യുത വിളക്കുകൾ ഉടനടി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ്
മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ വ്യാപാരികളോടുള്ള അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ രംഗത്ത്. ജൂലൈ 8-9 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന രാപ്പകൽ സമരത്തിന്റെ പ്രചരണാർത്ഥമായി പട്ടാമ്പിയിൽ റേഷൻ വ്യാപാരികൾ വിളംബര ജാഥ സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ വ്യാപാരികളോടുള്ള അവഗണനയ്ക്കെതിരെ ജൂലൈ 8-9 തീയതികളിൽ തിരുവനന്തപുരത്ത് റേഷൻ കടകളടച്ച് വ്യാപാരികൾ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രചരണാർത്ഥമായാണ് ശനിയാഴ്ച പട്ടാമ്പിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പിയിൽ നിന്നും ജാഥ ആരംഭിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയ ജാഥ പിന്നീട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ജാഥ. സമിതി നേതാക്കൾ സംസാരിച്ചു. ഞങ്ങൾക്ക് ഈ കാലാകാലങ്ങളായി ഞങ്ങളുടെ വേതന പാക്കേജ് വളരെ നിസ്സാരമായിട്ടുള്ളൊരു ചാർജിൽ ഞങ്ങൾക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കടവാടക, സെയിൽസ്മാൻ ശമ്പളം, മറ്റുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഈ സമരത്തിലേക്ക് ഞങ്ങളെ കാലെടുത്ത് വെച്ചത്. ഇതിൻ്റെ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് വെച്ച് വളരെ വിപുലമായി തന്നെ ഞങ്ങൾ കൊണ്ടാടിയതിൻ്റെ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വ്യാപാരികൾ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വകുപ്പുകൾ കൈകാര്യം ചെയ്യാനറിയാത്ത മന്ത്രിമാരാണ് ഇന്ന് കേരളത്തിന്റെ ശാപമെന്ന് റേഷൻ വ്യാപാരി കോർഡിനേഷൻ സെക്രട്ടറി വി അജിത് കുമാർ. പാലക്കാട്ട് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി നടത്തിയ രാപ്പകൽ സമര വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അജിത് കുമാർ. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്നാണ് വിളംബര ജാഥ ആരംഭിച്ചത്. കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. റേഷൻ വ്യാപാരികൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോഴും ക്ഷേമനിധി ബോർഡ് 5 കോടിയുടെ കടത്തിലാണെന്ന് കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി വി അജിത് കുമാർ ചൂണ്ടിക്കാട്ടി. വകുപ്പുകൾ കൈകാര്യം ചെയ്യാനറിയാത്ത മന്ത്രിമാരാണ് ഇന്ന് കേരളത്തിന്റെ ശാപം. റേഷൻ വ്യാപാരികൾക്ക് ആനുകൂല്യം നിഷേധിക്കുന്നത് തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും അജിത് കുമാർ വ്യക്തമാക്കി. ഈ സർക്കാരിന് കഴിയില്ല എന്ന തരത്തിലാണ് 2 മന്ത്രിമാരും, ഭക്ഷ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അവസ്ഥ? ഈ ഗവൺമെന്റ് പറയുന്നത് നല്ലൊരു കാര്യം, സാമ്പത്തികമായിട്ട് ഗവൺമെന്റ് ഒന്ന് പുരോഗമിക്കട്ടെ എന്ന് പറയുന്നത് എനിക്ക് തമാശയാണ് തോന്നുന്നത്. ഈ സർക്കാരിനൊക്കെ സാമ്പത്തികമായിട്ട് ഇപ്പൊ ഇനി പുരോഗമിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്. എന്നാൽ ദൂരത്തിനൊന്നും ഒരു കമ്മിയില്ല. എല്ലാ ദൂരത്തിലും ഈ കേരള സർക്കാർ ഒരു പടി മുന്നിലാണ്. എന്നാൽ കേരളത്തിലെ റേഷൻ വ്യാപാരികൾ, ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്, ഈ കളക്ടറേറ്റിന് മുന്നിൽ തന്നെ 4-5 സംഘടനകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. പാലക്കാട് ജില്ലാ സംയുക്ത റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ശിവദാസ് ആലത്തൂർ അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 8-9 തീയതികളിൽ റേഷൻ കടകളടച്ച് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം നടക്കുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. സംയുക്ത സമരസമിതി നേതാക്കളായ ശിവദാസ് വേലിക്കാട്, എ കൃഷ്ണൻ, കെ എം അബ്ദുൽ സത്താർ, വി വിഷ്ണുദേവൻ, സേതുരാജ്, മഹേഷ് ചിറ്റൂർ, നാസർ ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റിന്റെ കോങ്ങാട് നിയോജക മണ്ഡലം തല പരിപാടിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പറളി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. പറളി ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് കെ എം അബ്ദുൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എ ഹക്കീം അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാം ദേവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ആതിര, കെ എം രമേശ്, എച്ച് അബ്ദുള്ള, അഖിൽ മങ്കര, ആനന്ദ്, കെ എസ് അസ്ഫർ, വിഷ്ണു ഓടന്നൂർ, സജിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം നഗരസഭ ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിനു സമീപം നിർമ്മാണം ആരംഭിച്ച പാർക്കിന്റെ സംരക്ഷണ ഭിത്തി തോട്ടിലേക്ക് തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്കു കാരണമെന്ന് സ്ഥലം സന്ദർശിച്ച BJP നേതാക്കൾ ആരോപിച്ചു. 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ പാർക്ക് നിർമ്മിക്കുന്നത്. പാർക്കിന്റെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം തോട്ടിലേക്ക് തകർന്നു വീണത്. അശാസ്ത്രീയമായ നിർമ്മാണവും കരിങ്കൽ ഉപയോഗിച്ച് നിർമ്മിക്കേണ്ട സംരക്ഷണ ഭിത്തി ചെങ്കൽ ഉപയോഗിച്ച് നിർമ്മിച്ചതുമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് സ്ഥലം സന്ദർശിച്ച BJP നേതാക്കൾ ആരോപിച്ചു. നഗരസഭയും കോൺട്രാക്ടറും ചേർന്നുള്ള ഒത്തുകളിയാണ് ഈ തകർച്ചയ്ക്ക് കാരണമായത്. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളതെന്നും നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും BJP നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി.
BJP മേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി, ST മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് കുമാർ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുമേഷ് ചീരാത്തൊടി, A സ്വരൂപ്, ഏരിയ ജനറൽ സെക്രട്ടറി CR രാജേഷ്, വിജയൻ പിള്ള എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. കോർട്ടിലേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നു. 1 കോടി രൂപയാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഈ പ്രവർത്തികൾ നടത്തുന്നതിന് വേണ്ടി, ഈ പാർക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. വളരെ ഗുരുതരമായ അഴിമതിയാണ് ഇതിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ സുരക്ഷാ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഗുരുതരമായ അഴിമതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി വിജിലൻസിന് പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വിജിലൻസ് നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെയും പോകാൻ BJP തയ്യാറാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശമ്പള നിഷേധത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി KSRTC എംപ്ലോയീസ് സംഘ് പ്രതിഷേധം. പാലക്കാട് ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് എംപ്ലോയീസ് സംഘ് നടത്തിയ മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രാജേഷ് ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ ശമ്പള പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഒറ്റഗഡുവായി ശമ്പളം നൽകണമെന്നും പുതിയ വകുപ്പ് മന്ത്രി KSRTC ജീവനക്കാർക്ക് നൽകിയ വാക്കു പാലിക്കണമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രാജേഷ് ആവശ്യപ്പെട്ടു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് K സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് L രവിപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി K ശശാങ്കൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുപ്രസിദ്ധ മോഷ്ടാവ് ചെമ്മല ബഷീർ ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. നിരവധി മോഷണക്കേസുകളിലെ പ്രതിയായ ബഷീറിനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പിടികൂടിയത്. ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഷൊർണൂർ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണ് 48 വയസ്സുള്ള മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി ചെമ്മല ബഷീർ. ഷൊർണൂരിൽ 2 വീടുകളിൽ നടത്തിയ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ബഷീർ പോലീസിന്റെ പിടിയിലായത്. 2 കവർച്ചാ കേസുകളിലായി ഒരു വീട്ടിൽ നിന്ന് 6 പവനും മറ്റൊരിടത്തു നിന്ന് 1.5 പവനും ഉൾപ്പെടെ 7.5 പവൻ സ്വർണം പ്രതി കവർന്നിരുന്നു. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ബഷീറിനെതിരെ കേസുണ്ട്. CI രഞ്ജിത്ത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം SI മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ASI ജോളി, CPOമാരായ റഷീദ്, റിയാസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംയോജിത ഇടപെടൽ മൂലം വൻ ദുരന്തത്തിൽ നിന്ന് നാടിന്റെ തന്നെ രക്ഷകനായി മാറിയ പേരൂർ ASB സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഋതിക്കിനെ വീട്ടിലെത്തി അഭിനന്ദിച്ച് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. ഋതിക്ക് തന്റെ പ്രവൃത്തിയിലൂടെ കേരള സമൂഹത്തിന് നൽകിയത് വലിയ സന്ദേശമാണെന്നും മന്ത്രി പറഞ്ഞു. തന്റെ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് തന്നെ വലിയ സന്ദേശം നൽകിയ ഋതിക്കിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലെന്നും വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. വൈദ്യുതി ദുരന്തത്തിൽ നിന്നും രക്ഷകനായി മാറിയ ഋതിക്കിനെ പേരൂരിലെ വീട്ടിലെത്തി അഭിനന്ദിച്ച ശേഷം STVയോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വലിയൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. എത്രയോ ആളുകളാണ് ഒരു വർഷം ആക്സിഡന്റ് മരിക്കുന്നത്. മരിക്കുന്നതൊക്കെ അശ്രദ്ധ കുറവുകൊണ്ടാണ് മരിക്കുന്നത്. അതിനൊരു ശ്രദ്ധ ഒരു വലിയ മെസ്സേജായിട്ടാണ് ഈ നാട്ടിൽ അതിനെക്കുറിച്ച് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് ഞങ്ങൾക്കൊക്കെ തന്നെ ഒരു സന്ദേശമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മന്ത്രി ഋതിക്കിന് ഉപഹാരവും സമ്മാനിച്ചു. പത്രിപ്പാലയിലെ KSEB ജീവനക്കാരെയും മന്ത്രി അഭിനന്ദിച്ചു. എഴുതാനും വായിക്കാനും അറിയാത്ത സാധാരണക്കാർ ഏറെ ഉണ്ടെന്നും പരാതി പോലും എഴുതാൻ സാധിക്കാത്ത അവരെയും കൂടി കണ്ടെത്തി കൂടുതൽ സേവനം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ തയ്യാറാകണമെന്നും ജീവനക്കാരോട് മന്ത്രി അഭ്യർത്ഥിച്ചു. വീട്ടിലെത്തിയ മന്ത്രിയോട് തന്റെ വീടിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഋതിക് പറഞ്ഞു. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടികൾ എടുക്കാമെന്ന് മന്ത്രി ഉറപ്പും നൽകി. തുടർന്ന് മന്ത്രി ഋതിക് പഠിക്കുന്ന ASB സ്കൂളിലുമെത്തി. പ്രധാന അധ്യാപിക പ്രീതിയും PTA ഭാരവാഹികളും ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. അധ്യാപകർക്കും KSEB ജീവനക്കാർക്കുമൊപ്പം ഫോട്ടോ എടുത്തുമാണ് മന്ത്രി മടങ്ങിയത്. KSEB പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV രാംപ്രകാശ്, പറളി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B പ്രീതി, പത്തിരിപ്പാല അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രേംകുമാർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാചക തൊഴിലാളികളെ സമരത്തൊഴിലാളികളാക്കി മാറ്റിയ സർക്കാരാണ് കേരളത്തിലെന്ന് കോള വിരുദ്ധ സമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ. വേതനം നൽകണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി സംഘടന നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിളയോടി വേണുഗോപാൽ. ഒരു കാലത്ത് തൊഴിലാളികൾക്കായി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഇടതുപക്ഷം
ഇന്ന് കാലഹരണപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമായി. വർത്തമാനകാലത്ത് ഇടതുപക്ഷവും സംസ്ഥാന സർക്കാരും മുതലാളിമാരുടെ കുഴലൂത്തുകാരാണ്. ഉച്ചക്കഞ്ഞി വയ്ക്കുന്നവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവർ ബംഗാളിനെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു. അവരെ സമരത്തൊഴിലാളികളാക്കി മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. പ്രത്യേകിച്ച് അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും കണ്ണിലെ കൃഷ്ണമണി പോലെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ ആ പഴയ ഇടതുപക്ഷ പ്രസ്ഥാനം വന്ന വഴി മറന്നുകൊണ്ട് പുതിയ മുതലാളിത്ത നാഗരികതയും മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയും ചങ്ങാതിത്ത മുതലാളിത്തത്തിന്റെ അടിമകളും ഏജന്റും കങ്കാണികളുമായി മാറി. വേനലവധി വേതനം നൽകുക, ഓണം അലവൻസ് പ്രഖ്യാപിക്കുക, ജോലിഭാരം കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ജില്ലാ പ്രസിഡന്റ് സുമിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സി തങ്കമണി, മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീധരൻ തേറമ്പിൽ, കെ എസ് ജോഷി, ഷെരീഫ ആദം, പി എം ഷംസുദ്ദീൻ, ടി പി പാഞ്ചാലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്ത് എൽ പി സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. ലോവർ പ്രൈമറി വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച ഹെൽത്തി കിഡ്സ് എന്ന പദ്ധതി സംസ്ഥാന വ്യാപകമായി മുഴുവൻ വിദ്യാലയങ്ങളിലും നടപ്പിലാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ LP സ്കൂളുകളിൽ കായികാധ്യാപകരെ നിയമിക്കണമെന്ന ആവശ്യം ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ LP സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ് സർക്കാർ ഒരുക്കി നൽകിയിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ സബ്മിഷൻ ഉന്നയിച്ചു. LP സ്കൂളുകളിൽ സ്വാഭാവികമായും കായിക അധ്യാപകരെ നിയമിക്കണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ താഴെ ഉയർന്നു വരുന്നുണ്ട്. എൻ്റെ ചോദ്യം, LP സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിശദമാക്കാം. ലോവർ പ്രൈമറി വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് കായിക വകുപ്പ് 25 സ്കൂളുകളിൽ പ്ലേ ഫോർ ഹെൽത്ത് എന്ന പദ്ധതി നടപ്പിലാക്കിയത് ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ 30ഓളം സ്കൂളുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ ഉയർന്നുവന്ന നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ സാമൂഹിക സംഘടനകളുടെ സഹായത്തോടെ 140 സ്കൂളുകളിൽ കൂടി ഈ പദ്ധതി നടപ്പിലാക്കാൻ ധാരണയായിട്ടുണ്ടെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സഭയെ അറിയിച്ചു. STV ന്യൂസ് ഡെസ്ക്. വനമഹോത്സവത്തിന്റെ ഭാഗമായി വളർത്തുകാട് പുനഃസ്ഥാപന പദ്ധതിയുമായി സോഷ്യൽ ഫോറസ്ട്രി പാലക്കാട് ഡിവിഷൻ കുഴൽമന്ദം കള്ളിപ്പെട്ടിയിൽ ഖാദി ബോർഡിന്റെ സ്ഥലത്താണ് വന പുനഃസ്ഥാപന പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമണി നിർവഹിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വളർത്തുകാട് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമീണ ആവാസ വ്യവസ്ഥകളെ തിരികെ എത്തിക്കാൻ കഴിയും വിധമാണ് സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ കുഴൽമന്ദം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഖാദി ഗ്രാമവ്യവസായ വകുപ്പ് കോർഡിനേറ്റർ S കൃഷ്ണ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലബ്ബ, BS ഭദ്രകുമാർ, V മോഹനചന്ദ്രൻ, കൃതിമ പാരിജാൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കർഷകർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ നമുക്ക് എന്താക്കണം, കൃഷിയോഗ്യമാക്കണം. ആ കൃഷിയോഗ്യമാക്കുന്നതിന് സർക്കാർ ചില സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ പെട്ടതാണ് MGNREGSുമായി കൺവർജൻസിൽ രണ്ടു കൂട്ടരും സംയുക്തമായി അവിടെ കൃഷി ഇറക്കുക എന്ന ഒരു സംവിധാനം ചെയ്യാനായിട്ട് കഴിയും. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് A മല്ലിക അധ്യക്ഷയായി. കൃഷി ഓഫീസർ മുകുന്ദകുമാർ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, EP സുരേഷ്, കൃഷി അസിസ്റ്റന്റ് ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വിവിധ പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. കൃഷി വകുപ്പ് ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വാണിയംകുളം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വിളവുണ്ടാവാനുള്ള അക്കാലത്ത് കൃഷിക്കാർ പറഞ്ഞൊരു കാരണം, ഒന്ന് തോക്ക കിളിർക്കുന്ന സമയമാണ്. അങ്ങനെ തോക്ക കിളിർത്താൽ ആ കിളിർത്ത തോക്കയിൽ കൂടെ തിരുവാതിര ഞാറ്റുവേലിൽ അടച്ചു നിൽക്കുന്ന മഴ അങ്ങനെ ധാരയായിട്ട് ഒഴുകും.
അങ്ങനെ ഒഴുകിയാൽ നല്ലോണം മതി പിടിക്കും, അങ്ങനെ നല്ലോണം കുരുമുളക് പിടിക്കും, അങ്ങനെ നല്ല വിളവുണ്ടാവും എന്ന ഉദ്ദേശത്തിലാണ് തിരുവാതിര ഞാറ്റുവേലയെ സംബന്ധിച്ച് ആദ്യകാലം മുതൽ തന്നെ കുരുമുളക് കൃഷിയായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ കർഷകർ നല്ല നിലയിൽ ചർച്ച ചെയ്ത ഒരു കാലമാണ്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി സിന്ധു, പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ജയശ്രീ, കെ എസ് മഞ്ജിമ, സുജിത് പി രാജ്, ഇ പി രഞ്ജിത്ത്, വി ടി നളിനി, കൃഷി ഓഫീസർ സായി പാർവതി എന്നിവർ പ്രസംഗിച്ചു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി 2250 കുരുമുളക് തൈ, 500 തെങ്ങിൻ തൈ, 35,000-ഓളം പച്ചക്കറി തൈകൾ എന്നിവ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി റോട്ടറി ക്ലബ്ബ് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച നടക്കും. ഭാരവാഹികൾ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ വർഷം പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പട്ടാമ്പി റോട്ടറി ക്ലബിൻ്റെ 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച വൈകിട്ട് നടക്കും. പുതിയ പ്രസിഡന്റായി വിനോജ് കാവുള്ളിത്തൊടിയിൽ നേതൃത്വം നൽകുന്ന പുതിയ ഭാരവാഹികളാണ് സ്ഥാനമേൽക്കുക. ഈ വരുന്ന ഞായറാഴ്ച, അതായത് ജൂലൈ 7-നാണ് പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഔദ്യോഗികമായ സ്ഥാനാരോഹണം. സെക്രട്ടറിയായി റൊട്ടേറിയൻ പാലൂർ രഘുമേനോൻ, ട്രഷററായി റൊട്ടേറിയൻ വി കെ രാജീവ് എന്നിവരും ഒന്നേ ദിവസം ഔദ്യോഗിക സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു. 2007-ലാണ് പട്ടാമ്പി റോട്ടറി ക്ലബ്ബ് ആരംഭിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിലും റോട്ടറി ക്ലബ്ബ് പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. ഇത്തവണയും പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് പല പദ്ധതികളും ആവിഷ്കരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നും റോട്ടറി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ നിയുക്ത പ്രസിഡന്റ് കെ വിനോജ്, സെക്രട്ടറി രവി മേനോൻ, ഗിരിശങ്കർ, SN ജീവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ DIG ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് മണ്ഡലത്തിൽ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടും. വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിച്ച MP. ഷൊർണൂരിൽ കൊച്ചി പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ റോഡ് ഉപരോധ സമരം. റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ PWD ഓഫീസ് വളയുമെന്ന് മുന്നറിയിപ്പ്. ഷൊർണൂർ കാരക്കാട് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. 7ഓളം പേർക്ക് കടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചതായി സംശയം. പ്രദേശവാസികൾ ആശങ്കയിൽ. പിരായിരിയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അപകടം രാവിലെ 11:30-ഓടെ. പാലക്കാട്ട് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം. കേരളം BJP ഭരിക്കുന്ന കാലം വിദൂരമല്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ കേരള നിയമസഭയിൽ വീണ്ടും BJP പ്രതിനിധിയുണ്ടാകും. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത തുടർന്നാൽ ഇടപെടുമെന്ന് സുരേഷ് ഗോപി. കേരള ഭരണത്തിന്റെ ചാലകശക്തിയാക്കി BJPയെ മാറ്റുമെന്ന് ജോർജ് കുര്യൻ. ന്യൂനപക്ഷ സമുദായങ്ങളെ വേട്ടയാടാൻ ഇടതു സർക്കാരിനെ അനുവദിക്കില്ല. കോടികൾ മുടക്കി 3 വർഷം മുമ്പ് നവീകരണം പൂർത്തിയാക്കിയ വാണിയംകുളം വല്ലപ്പുഴ റോഡ് വീണ്ടും തകർച്ചയിലേക്ക്. പാതയുടെ ഇരുവശങ്ങളിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ചാലുകീറിയത് തകർച്ചയ്ക്ക് കാരണമെന്ന് പരാതി. വാഹനങ്ങൾ ചാലിൽ കുടുങ്ങുന്നത് ഇവിടെ പതിവ് കാഴ്ച. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിർമ്മാണം ആരംഭിച്ച ഒറ്റപ്പാലം നഗരസഭാ പാർക്കിന്റെ സംരക്ഷണ ഭിത്തി തോട്ടിലേക്ക് തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും തകർച്ചയ്ക്കു കാരണമെന്ന് ആക്ഷേപം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM. UDF നേതൃത്വം നൽകുന്ന ഭരണസമിതി LDF പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിക്കുന്നു. ബ്ലോക്ക് തല കർഷക സഭയിലും അവഗണന തുടർന്നു. നിരുത്തരവാദ നിലപാടുമായി മുന്നോട്ടു പോകുന്ന ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രചരിപ്പിക്കുന്നതെല്ലാം പച്ചക്കള്ളമെന്നും ബ്ലോക്ക് പരിധിയിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ. കേന്ദ്ര വിദ്യാഭ്യാസ നയം തിരുത്തണമെന്ന് NCP. ആവശ്യമുന്നയിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് NCP മാർച്ച്. കർഷകരെ അവഗണിച്ചും ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചും ഇടതുമുന്നണിക്ക് ഇനിയും മുന്നോട്ടു പോകാനാകില്ലെന്ന് നാഷണലിസ്റ്റ് കിസാൻ സഭ പാലക്കാട് ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ വിമർശനം. വടനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് MLAയുടെ നിർദ്ദേശം. ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ നടപടിയെടുക്കണമെന്നും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോട് MLA.
റോഡുകളുടെ തകർച്ചയും ഭൂമി തരം മാറ്റലും ജൽജീവൻ മിഷൻ പദ്ധതിയും യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി. സമയോചിത ഇടപെടലിലൂടെ വലിയ ദുരന്തത്തിൽ നിന്ന് നാടിനെ രക്ഷിച്ച 2ാം ക്ലാസ് വിദ്യാർത്ഥി ഋത്വിക്കിന് വൈദ്യുതി മന്ത്രിയുടെ അഭിനന്ദനം. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ലക്കിടി പേരൂരിലെ വീട്ടിലെത്തി ഋത്വിക്കിനെ അഭിനന്ദിച്ചു. ഋത്വിക് കേരള സമൂഹത്തിന് നൽകിയത് വലിയ സന്ദേശമെന്ന് മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.